ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു 4 മണി പലഹാരം കേട്ടോ, ഒരു ചായക്ക് ഒരു കടി. അത് നമ്മള് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, വിളയിക്കാറുണ്ട്. ഇന്നിപ്പോ നമുക്കൊന്ന് വെറുതെ അവല് കുഴയ്ക്കുക. അതിനാവശ്യമുള്ള സാധനം എന്താണെന്നറിയോ? ഒരു കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ശർക്കര ചേർത്താൽ മതി. കുറച്ച് ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടി. പിന്നെ ഇതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നമ്മുടെ ഏത്തപ്പഴം ഉണങ്ങി വെച്ചിരിക്കുക കണ്ടോ. ഈ ഏത്തപ്പഴം ഇങ്ങനെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് പാത്രത്തിൽ നെയ്യ് പുരട്ടി ഉണങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവല് വിളയിക്കുമ്പം ചേർക്കാം. അതുപോലെ തന്നെ ഇത് മാത്രമായിട്ട് ശർക്കരയും തേങ്ങയും കൂടെ ഞെരടി നമുക്ക് കഴിക്കാം. അതുകൂടാതെ പിന്നെ നമുക്ക് ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാം. ഈ ഉണങ്ങിയ സാധനം വെച്ചിട്ട് അച്ചാറിടാം. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നല്ല വെയിൽ വന്നേക്കുമല്ലേ, എല്ലാവരും പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണങ്ങി വെച്ചോ കേട്ടോ. ഇതുകൊണ്ട് ഞാൻ പായസം ഒക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയ പഴം ഉണങ്ങി വെച്ച്. എല്ലാവരും ഇപ്പൊ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വയു ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാവേ. ഇതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അവലെടുത്തു, പാകത്തിന് തേങ്ങ ചേർത്തു, ശർക്കരയും മധുരത്തിന് പാകത്തിന് കേട്ടോ. ഓരോ വീട്ടില് ഇട്ടാ മതി. എന്താണെന്നറിയോ? നമ്മുടെ പഴത്തിന് നല്ല മധുരമുണ്ട്. ഇത് നല്ല പഴുത്ത പഴമാണ് ഞാൻ ഉണങ്ങി വെച്ചേക്കുന്നത്. അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മള് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഉപ്പുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്ത. ഇല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം, ഒരു ടേസ്റ്റ് ആട്ടോ. എന്താ നോക്കി, ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക, തേച്ച് കുഴച്ചെടുക്കണേ. നിങ്ങൾക്കൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഇട്ടോ. ഞാനിപ്പോ ഇവിടെ എന്തായാലും നമ്മുടെ മക്കൾക്ക് കഴിക്കാനാണ്, നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ച ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ കുഴക്കുന്നതിനകത്ത് നമ്മൾ കുറച്ച് സാധനം കൂടെ ചേർക്കുക. എന്നാ നമ്മുടെ ആ സ്നേഹവും കൂടെ ചേർത്തല്ലേ നമ്മൾ കുഴക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അല്ലാതെയൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്തോ. ഞാനിപ്പോ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. തീന്ന് മേലോട്ട് കുഴച്ചു വരണം കേട്ടോ. ഒരു നാടൻ 4 മണി പലഹാരമല്ലേ. നമ്മുടെ അവല് കുഴച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഗാർണിഷിന് വേണ്ടിട്ട് നമ്മുടെ അവല് കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴം ഉണങ്ങിയത് കൂട്ടിയിട്ട്, പിന്നെ ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം. ചെറിയ പഴം ഉണ്ടെങ്കിൽ അത് കൂട്ടി കുഴച്ച് കഴിക്കാം. എങ്ങനെ വേണേലും കഴിക്കാം. ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഈ ശർക്കര നമ്മുടെ വെള്ളം ഇവിടെ കിട്ടുന്നത് നല്ല കറുത്ത ശർക്കര അല്ലല്ലോ. അപ്പം ആ ശർക്കര കൂടെ ഉണ്ടെങ്കിൽ നല്ല കളറും കൂടെ കിട്ടും. നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ഉള്ള ഒരു അവല് കുഴച്ചതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. ഈ പഴമൊക്കെ ഒന്ന് ഉണങ്ങി വെച്ചിട്ടേ ഇതുപോലെയൊക്കെ ഒന്ന് പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു എനിക്ക്. നല്ല രസമല്ലേ. ഒരു തനി നാടൻ ഡിഷ്. ആ പഴത്തിന്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോണ്ടല്ലോ പൊളിയാ. അഭിപ്രായം പറയണം കേട്ടോ, ഉണ്ടാക്കി നോക്കിട്ടെ. ഇപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.